മാഡത്തിനൊക്കെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ച് വീട്ടിൽ വന്ന് ബക്കറിനെ എടുത്തിട്ട് നേരെ വിട്ട് ജമിയാക്കി ഒരുപാട് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസമായിട്ട് കോയിത്തങ്ങാടിയിൽ ഭയങ്കര മഴ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളെ വണ്ടിയൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ആ വണ്ടിയൊക്കെ കഴുകലൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറബിയുടെ കൂട്ടുകാരനും വന്ന് അവൻ്റെ വണ്ടി ഒന്ന് കഴുകി താട്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതും അങ്ങോട്ട് കഴുകി കൊടുക്കാൻ നമ്മൾ അതിനും നിന്ന്. അത് കഴിഞ്ഞിട്ട് അറബിയുടെ വണ്ടി ഫുള്ള് ഫിനിഷ് ആക്കാണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ ഉറക്കോ കാര്യങ്ങളും മദ്രസ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഓട്ടം കിട്ടി 5:30 മണിക്ക്. തിരിച്ച് വരുമ്പോൾ ഭയങ്കര ബ്ലോക്ക്. അങ്ങനെ ആ പെരിയ പെരിയ ബ്ലോക്കെല്ലാം താണ്ടി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. മാഷാല്ലാ, കമാൽജിൻ്റെ വീട്ടിൽ ഭയങ്കര നോമ്പുതുറ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ദിവാനിയിലെത്തിയപ്പോൾ ദിവാനിയിലുള്ള ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടി ഷോർബെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നാസർക്കാണെങ്കിലോ ഫുഡൊക്കെ റെഡിയായി എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു തംസപ്പും ഇട്ടെന്ന്. നമുക്ക് കുടിക്കാനുള്ള ഷോർബ എല്ലാ സംഭവങ്ങളും നമ്മൾ കിച്ചണിൽ ഇരുന്നിട്ടാണ് കഴിക്കുക, ഞാനും നാസർക്കയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ദിവാനിയിൽ കൊണ്ടക്കലും കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ നോമ്പുതുറൊക്കെ ഉഷാറായി കഴിഞ്ഞ് നേരെ വിട്ട് അടുത്ത ഡ്യൂട്ടി ഔത്താദ് നിന്ന് തൊട്ടിപ്പുറത്താണ് ത്യൂറുൽജാൻ ഉള്ളത്. നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ മാഡത്തിന് നടന്നു പോയാൽ പോരേ എന്നുള്ള ചോദിക്കണേ നമ്മളടുത്ത് പറയാനുള്ളത് നമുക്ക് തന്നെ. പിന്നെ നിങ്ങൾ എന്തിനാ വന്നിക്കണത്, നിങ്ങൾ ഡ്രൈവർ പണിക്കല്ലേ വന്നിക്കണത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ തലവേദനിച്ചപ്പോൾ ഒരു ചെറിയൊരു കോഫിയും കുടിച്ച് നേരെ വിട്ട് നമ്മളെ സിറ്റി ഹൈപ്പർ മാർക്കറ്റിലേക്ക്. അവിടെ ആണെങ്കിലോ ഡൈസൊന്ന് മേടിച്ചൊരു സാധനം ഉണ്ടായിരുന്നു, അതൊന്ന് മാറ്റി മറിച്ച് മേടിക്കണം. അതും മേടിക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ബക്കർ ഞാനും അതും കഴിഞ്ഞ് നേരെ വിട്ട് വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.